ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമ. ഏവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയ പഠനത്തിലെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 14-ാം ദശകം ആരംഭിക്കുകയാണ്. 14-ാം ദശകം കപിലാവതാരമാണ്. കപിലാവതാരത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ പാരായണം ചെയ്യുന്നു. ഒപ്പം അർത്ഥം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട ഡോക്ടർ NS അയ്യർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയവാസ വിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നമ്മള് വരാഹ അവതാരം അവസാനിച്ചിരിക്കുകയാണ്. അപ്പൊ വരാഹ അവതാരത്തിലാണ് നമ്മൾ 13ാമത്തെ ദശകത്തിലെ 3-ാം ഭാഗം വായിച്ചു കഴിഞ്ഞു. അത് നമ്മൾ ഒന്നുകൂടെ ഇപ്പൊ വായിക്കാം. ഹിരണ്യാക്ഷം താവത് ഭരതഭവതന്വേഷണപരം ചരന്തം സംവർത്തേ പയസി നിജംഗോ പരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുദീഃ നാരദമുനിഃ ശനൈരൂചേ നന്ദന്ത നിജമഭിനന്ദം സ്തവബലം സമായാവി വിഷ്ണുഹരതി ഭവദീയാം വസുമതീം പ്രഭോ കഷ്ടം കഷ്ടം കിമിതമിതി തേനാഭിഗതിതഃ നദൻ വാസു വാസവിധി സമുനിനാ ദർശിതപതോ ഭവന്തം സംപ്രാപ ധരണീതരം അത്യന്തമുദകാത്. അഹോ ആരണ്യോയം മൃഗേതിഹാസന്തം ബഹുധരൈഃ രുക്തൈഃ അഭിഥ്യന്തം ദിതിസുതമപജ്ഞായ ഭഗവന് മഹീം ദൃഷ്ട്വാ ദംഷ്ട്രാ ശിരസി ചകിതാം സ്വേന മഹസാം പയോദാവാതായ പ്രസവമതുല്യാ മധുവൃതൗ. അഹോ ആരണ്യം മൃഗഃ ഇതിഹസന്തം ബഹുധരൈഃ രുക്തൈഃ ദുരുക്തൈഃ വിദ്യന്തം ലിതുസുതം അവജ്ഞായ ഭഗവന് മഹീം ദൃഷ്ട്വാ ദംഷ്ട്വാ ശിരസി ചകിതാം സ്വേന മഹസാ പയോദാവാതായ ഉദയുക്താ മൃതവിധൗ. ഗദാപാണൗ ദൈത്യേ ത്വമഭിഃ ഗൃഹീതോന്നതഗതോ നിയുന്തേന ക്രീഡൻ ഘടഘടരവോ അമുഷ്ടവിയതാ രണോ ലോകോത്സ്യഖ്യാമിലതി സുരസംഖ്യേ ദുരിതമും നിരുന്ത്യാഹ സന്ധ്യാതഃ പ്രഥമമിതി ദാത്രാ ജഗദിഷേ ഗദോന്മർത്ഥേ തസ്മിൻ തവ ഖലു ഗദായാം ദിതിഭവഃ ഗദാഘാതാത് ഭൂമൗ ജഡിതി പരിതായാം അഹബോ മൃദുസ്മേരസ്യാത്വം ധനിജകുലനിർമൂലനക്ഷണം മഹാചക്രം സ്മത്വാ കരമവിദദാന രുചിഷേ തതഃ ശൂലം കാലപ്രതിമൗരുഷി ദൈത്യേ വിസൃജതി ത്വയി ചിന്തത്യേന കരകലിത ചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സകലവിരുദം സ്വാം സമതനോത് ഗലന്മായേ മായാസ്ത്വയി കില ജഗന്മോഹനകരീ ഭവച്ചക്രജ്യോതിഷ്കണലവനിപാതേന വിദുദേ തയോ മായാചക്രേ വിദതഘന രോഷാന്തമനസം ഗരിഷ്ഠാഭിർമുഷ്ടിപ്രകൃതിഭിഃ അഭിഘ്നന്തമസുരം കാരാഗ്രേണ ശ്രവണപാദമൂലേ നിരവതീഃ മഹാകായഃ സോയം തവ ചരണപാദപ്രമദിതോ ഗലന്ത്രക്തോ വക്ത്രാദപതി ദൃശിഭിഃ ശ്ലാഘിതഹതിഃ തദാ ത്വമുദ്ധാമ പ്രമദപരവിദ്യോതിഹൃദയാ മുനീന്ദ്ര സാന്ദ്രാഭിഃ ശ്രുതിഭിഃ അനുപന്നധ്വരധനും തോമസു അഭികുശഃ ഗണഃ ചക്ഷുഷിഘൃതം ചതുർഹോധാരംഗ്രൗ സൃക്കഭിവാനേ ഉദരേയിടാം ഗൃഹാ ജിഹ്വായാം തേ പരപുരുഷ കർണേ ച സമസാഃ വിഭോ സോമഃ വീര്യം ഭരത ഗലദേശേ അഭി ഉപസതാം.
उपसतः मुनीन्द्रैः इत्यादि स्तवनमुखैः मोदितमनाः मुगरैः मोदितमनाः मुनीन्द्रैः इत्यादि स्तवनमुगरैः मोदितमनाः महीयस्या मूर्त्या विमलधरकीर्त्या च विलसन् स्वदीक्ष्ण्यं सम्प्राप्तः सुगरसविहारी मदिरिपो निरुद्ध्यारोगं मे सकलमपि पातालयपते मुनीन्द्रैः इत्यादि स्तवनमुखैः मुगरैः मोदितमना मुनीन्द्रैः इत्यादि स्तवनमुगरैः मोदितमना महीयस्या मूर्त्या विमलधरकीर्त्या च विलसन् स्वदीक्ष्ण्यं सम्प्राप्तः सुगरसविहारी मदिरिपो निरुद्ध्यारोगं मे सकलमपि पातालयपते ओम नमो भगवते വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ പുതിയ അധ്യായം തുടങ്ങുകയാണ്. കപിലാവതാരം. അമ്മയ്ക്ക് ഉപദേശം ചെയ്ത മുനിയാണ് കപിലൻ. അദ്ദേഹത്തിന്റെ അവതാരമാണ്. അപ്പൊ മഹാവിഷ്ണു കപിലനായിട്ട് അവതരിക്കുകയാണ്. അടുത്ത അവതാരം തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ദശാവതാരമല്ല, ധാരാളം അവതാരങ്ങളുണ്ട്. അതും കൂടെ ശ്രദ്ധിച്ചോളും. നമ്മൾ കേട്ടിട്ടുള്ള 10 അവതാരമാണ്. ഇതും കപില അവതാരമാണ്. മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമാണ് കപിലൻ. അപ്പൊ അത് നമ്മൾ വായിക്കാം. സമനുസ്മൃതതാവക അംഗ്രിയുഗ്മഃ സഹമനുഃ പങ്കജഃ സംഭവങ്കജന്മാ നിജമന്തരം മന്തരായ ഹീനം ചരിതന്തെ കലയൻ സുഗണ്ണിനായ സമരസ്തുതതാവക അംഗ്രിയുഗ്മഃ സമനുഃ പങ്കജഃ സംഭവാങ്കജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതന്തെ കലയൻ സുഗണ്ണിനായ സമനുസ്തുതതാവകാംഗ്രിയുഗഃ സവതനു സമനുസ്തുത സമനുസ്മൃതതാവകാംഗ്രിയുഗ്മഃ സമനുസ്മൃത താവക അംഗ്രിയുഗ്രഹ സമനുസ്മൃത താവക അംഗ്രിയുഗ്മഃ സമനുസ്മൃത താവകാംഗ്രിയുഗ്മഃ സമനുപങ്കജ സംഭവങ്കജന്മാ നിജമന്തരം മന്തരായ ഹീനം ചരിതന്തെ കലയൻ സുഗണ്ണിനായ സമനുസ്മൃത താവകാംഗ്രിയുഗ്മഃ സമനുപങ്കജ സംഭവാങ്കജന്മാ നിജമന്തരമന്തരായ ഹീനം ചരിതന്തെ കലയൻ സുഗണ്ണിനായ. സമനുസ്മൃത താവക അംഗ്രി യുഗ്മഃ സമനു പങ്കജ സംഭവാംഗജന്മ നിജമന്തരം അന്തരായ ഹീനം ചരിതന്തെ കലയൻ സുഗണ്ണിനായ. സമനുസ്മൃത താവകാംഗ്രി യുഗ്മഃ സമനു പങ്കജ സംഭവാംഗജന്മ നിജമന്തരമന്തരായ ഹീനം ചരിതത്തെ കലയൻ സുഗണ്ണിനായ. അനുനിമിഷവും അങ്ങയുടെ കാലണികളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മപുത്രനായ ആ സ്വയംഭൂ മനു അങ്ങയുടെ ദിവ്യദരിദ്രനെ കീർത്തിച്ചുകൊണ്ട് തന്റെ കാലത്തെ വിഘ്നങ്ങളൊന്നും കൂടാതെ സുഖമായി കഴിച്ചു കൂട്ടി. അനുനിമിഷവും അങ്ങയുടെ കാലിണകളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വയംഭൂ മനു, നമുക്കറിയാലോ, ആരും സൃഷ്ടിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ബ്രഹ്മാവിന് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോ അദ്ദേഹം തന്നെ സ്വയം അദ്ദേഹത്തിന്റെ പാർട്ടായിട്ട് തന്നെ ഒരു ഭാഗം പുരുഷനായിട്ടും ഒരു ഭാഗം സ്ത്രീയായിട്ടും അവതരിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഒരു ഭാഗം പുരുഷനായിട്ടും ഒരു ഭാഗം സ്ത്രീയായിട്ടും ഉണ്ടായപ്പോ അതിന് പുരുഷനായി ഉണ്ടായ ഭാഗത്തിനാണ് സ്വയംഭൂ മനു. ആദ്യത്തെ മനുവാണ്. 14 മന്വന്തരങ്ങളുണ്ടെന്ന് പറഞ്ഞില്ല, അത് ആദ്യത്തെ മനു സ്വയംഭൂ മനുവാണ്. അപ്പൊ പിന്നെ ഭാര്യയായിട്ട് വരുന്നത് ശതരൂപ എന്ന് പറഞ്ഞാൽ സ്ത്രീ രൂപത്തിൽ വന്നത് ശതരൂപി. അപ്പൊ ഈ രണ്ടുപേരുമായിട്ടാണ് ജീവിക്കുന്നത്. അവർ സുഖമായിട്ട് ജീവിച്ചു എന്നാ പറയുന്നത്. അനുനിമിഷവും അങ്ങയുടെ കാലിണകളെ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഹ്മപുത്രനായ, ബ്രഹ്മാവിന്റെ പുത്രനാണല്ലോ സ്വയംഭൂ, ബ്രഹ്മപുത്രനായ ആ സ്വയംഭൂ മനു അങ്ങയുടെ ദിവ്യ ചരിതത്തെ കീർത്തിച്ചുകൊണ്ട് തന്റെ കാലത്തെ, തന്റെ മന്വന്തരത്തെ വിഘ്നങ്ങളൊന്നും കൂടാതെ സുഖമായി കഴിച്ചു കൂട്ടി. 14 മന്വന്തരങ്ങളുണ്ടെന്ന് കേട്ടിട്ടില്ലേ? ഒരു മന്വന്തരത്തിൽ 70 മഹായുഗമുണ്ട്. അപ്പൊ 70 മഹായുഗം സുന്ദരമായിട്ട് കഴിച്ചു കൂട്ടി എന്നാണ് പറയുന്നത് നമ്മുടെ സ്വയംഭൂ മനു. അങ്ങനെ എന്ത് ചെയ്തു ആ സമയത്ത്? അതും കൂടെ കേൾക്കണമല്ലോ. സമേ ഗലിതത്ര കർദ്ദമാഖ്യഃ ദൃഹിണച്ഛായ ഭവതദീയവാച ധൃതസർഗരസ നിസർഗരമ്യം ഭഗവംസ്താമയുക്തം സമാശിഷേവേ. സമയേ ഗലിതത്ര കർദ്ദമാഖ്യോ ദൃഹിണച്ഛായ ഭവതദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവംസ്താമയുതം സമാഹാശിഷേവ. സമയേ ഗലിതത്ര കർദ്ദമാഖ്യോ ദൃഹിണച്ഛായ ഭവതദീയവാച ധൃതസർഗരസോ നിസർഗരമ്യം ഭഗവസ്താമയുതം സമാശിഷേവേ. സമയേ ഗലു തത്ര
കർദമ ആഖ്യഃ ദൃഹിണ ഛായ ഭവഃ തദീയ വാചാം ധൃത സർഗരസഃ നിസർഗരമ്യം ഭഗവൻ ത്വാം അയുതം സമാഹ ശിഷേവേ തമേകരു തത്ര കർദമാക്യോ ദൃഹിണച്ഛായ ഭവ തദീയ വാച ധൃത സർഗരസോ നിസർഗരമ്യം ഭഗവൻ സ്ഥാമയുതം സമാശിഷേവേ. ആ കാലത്ത് തന്നെ ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നുണ്ടായ കർദമൻ എന്ന പ്രജാപതി പിതൃരാജ്ഞയാൽ സൃഷ്ടികർമ്മത്തിൽ താല്പര്യമുള്ളവനായി അല്ലെ ഭഗവാൻ പ്രകൃതിസിദ്ധമായ സൗന്ദര്യത്തോടു കൂടിയ നീന്തലിവടിയെ 10,000 വർഷങ്ങൾ സേവിച്ചു. ആ കാലത്ത് തന്നെ കർദമൻ എന്ന് പറഞ്ഞ ഒരു മുനി ഉണ്ടായി. അദ്ദേഹം വന്ന് ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നുണ്ടായി എന്നാ പറയപ്പെടുന്ന കർദമൻ. അപ്പൊ ആ കാലത്ത് തന്നെ ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നുണ്ടായ കർദമൻ എന്ന പ്രജാപതി പിതൃരാജ്ഞയാൽ സൃഷ്ടികർമ്മത്തിൽ, അതായത് ബ്രഹ്മാവിന്റെ ആജ്ഞയാൽ സൃഷ്ടികർമ്മത്തിൽ താല്പര്യമുള്ളവനായിട്ടു അല്ലെ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നാരായണ ഭട്ടൻ ഒരുപാട് സംസാരിക്കുകയാണ്. ആ സമയത്ത് അങ്ങനെ ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നുണ്ടായ കർദമൻ എന്ന മുനി അങ്ങനെ സൃഷ്ടികർമ്മത്തിൽ താല്പര്യവനായില്ലേ എന്റെ ഭഗവാനെ ഗുരുവായൂരപ്പ. അദ്ദേഹം നീന്തലിവടിയെ അളവറ്റ പ്രകൃതിസിദ്ധമായ സൗന്ദര്യത്തോടു കൂടിയ നീന്തലിവടിയെ കർദമൻ എന്ന മടി 10,000 വർഷങ്ങൾ സേവിച്ചില്ലേ എന്റെ ഭഗവാനെ ഗുരുവായൂരപ്പ എന്നാണ് ചോദിക്കുന്നത്. കഥ പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അങ്ങേരുടെ കഥ തന്നെ അങ്ങേർക്ക് നാരായണ ഭട്ടതിരിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3-ാമത്തെ ശ്ലോകം. ഗരുഡോപരികാളമേഘക്രമം വിലസത്കേളി സരോജപാണി പത്മം ഹസിത ഉല്ലസിത ആനനം വിഭൂത്വം വപു ആവിഷ്കുരുഷേ സ്മകർത്തമായ. ഗരുഡോപരികാലമേഘക്രമം വിലസത്കേളി സരോജപാണി പത്മം ഹസിതോല്ലാസവിധാനം വിഭൂത്വം ഹസിതോല്ലാസവിധാനം വിഭൂത്വം വപുരാവിഷ്കരുഷേ സ്വകർദമായ. ഗരുഡോപരികാലമേഘക്രമം വിലസത്കേളി സരോജ പാണിപത്മം ഹസിതോല്ലസിതാനനം വിഭൂത്വം വപുരാവിഷ്കരുഷേ സ്വകർദമായ. ഗരുഡ ഉപരി കാള മേഘക്രമം വിലസത് കേളി സരോജ പാണി പത്മം ഹസിത ഉല്ലസിത ആനനം വിഭൂത്വം വപു ആവിഷ്കുരുഷേ സ്വകർദമായ. ഗരുഡോപരികാലമേഘക്രമം വിലസത്കേളി സരോജ പാണി പത്മം ഹസിതോല്ലസിതാനനം വിഭൂത്വം വപുരാവിഷ്കരുഷേ സ്മകർദമായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹേ പ്രഭു, കാർമുകിൽ പോലെ നിതാന്ത മനോഹരവും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന ലീലാബ്ദത്തെ കരകമലത്തിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നതും മന്ദഹാസം കൊണ്ട് പ്രശോഭിതവുമായ വദനത്തോടു കൂടിയവുമായ മോഹന വിഗ്രഹത്തെ നിത്തിരുവടി സ്വവാഹനമായ ഗരുഡന്റെ മേൽ എഴുന്നള്ളി അരുളുന്നതായി കർദമ പ്രജാപതിക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുത്തു. അപ്പൊ കർദമ പ്രജാപതി 1000 വർഷക്കാലം അങ്ങയുടെ കൂടെ വസിച്ചല്ലോ. അങ്ങയുടെ ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നുണ്ടായ കർദമ പ്രജാപതി അങ്ങനെ സേവിച്ചിരുന്നു. 10,000 വർഷക്കാലം സേവിച്ചിരുന്നില്ലേ ആ പ്രഭു. ആ കാർമുകൾ പോലെ നിതാന്ത മനോഹരവും ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ലീലാബ്ദത്തെ കരകമലത്തിൽ ധരിച്ചു കൊണ്ടിരിക്കുന്നതും മന്ദഹാസം കൊണ്ട് പ്രശോഭിതവുമായ വദനത്തോടു കൂടിയതുമായ മോഹന വിഗ്രഹത്തെ നിത്യരുപടി സ്വവാഹനമായ ഗരുഡന്റെ മേൽ എഴുന്നള്ളി അരുളുന്നതായി സ്വവാഹനമായ ഗരുഡന്റെ മേൽ എഴുന്നള്ളി അരുളുന്നതായി. ഇത് പിരിച്ചു വായിച്ചല്ലെങ്കിൽ ശരിക്ക് പറയാൻ പറ്റില്ല കേട്ടോ. സ്വവാഹനമായ ഗരുഡന്റെ മേൽ എഴുന്നള്ളി അരുളുന്നതായി കർദമ പ്രജാപതിക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുത്തു. പ്രഭു, കാർമുകൾ പോലെ നിതാന്ത മനോഹരവും ശോഭിച്ചു കൊണ്ടിരിക്കുന്ന ലീലാബ്ദത്തെയും കരകമലത്തിൽ ധരിച്ചുകൊണ്ടിരിക്കുന്നതും മന്ദഹാസം കൊണ്ട് പ്രശോഭിതവുമായ വദനത്തോടു കൂടിയതുമായ മോഹന വിഗ്രഹത്തെ നിത്യരുവടി സ്വവാഹനമായ ഗരുഡന്റെ മേൽ എഴുന്നള്ളി അരുളുന്നതായി കർദമ പ്രജാപതിക്ക് പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുത്തു. അടുത്ത ശ്ലോകം. സ്തുപത്തെ, 4-ാമത്തെ ശ്ലോകം. സ്തുപത്തെ പുലകാവൃതായ തസ്മൈ മനുപുത്രീം ദയദാനവാഭിപുത്രേഹി കപിലഞ്ച സൂതം സ്വമേവ പശ്ചാത് സ്വകലിഞ്ച സാപ്യനുഗ്രഹ നിർഗതോ ഭൂഃ. സ്തുപത്തെ പുലകാവൃതായ തസ്മൈ മനുപുത്രീം ദയദാനവാഭിപുത്രേഹി
കപിലഞ്ച സൂതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപി അനുഗ്രഹ നിർഗതോ ഭൂഹു സ്തുവത്തെ പുളക ആവൃതായ തസ്മൈ മനുപുത്രീം ദയിതാം നവ ആവിപുത്രീം കപിലം ച സുതം സ്വമേവ പശ്ചാത് സ്വഗതിം ചാപി അനുഗ്രഹ നിർഗതാ ഭൂഹു തന്നെ സ്മരിക്കുന്നവനും പുളകം കൊള്ളുന്നവനുമായ അദ്ദേഹത്തിന് സ്വയംഭൂ മനുവിന്റെ പുത്രിയായ ദേവഹൂതിയെ പത്നിയായും 9 പുത്രിമാരെയും തന്റെ അംശാവതാരമായ കപിലൻ എന്ന പുത്രനെയും ഒടുവിൽ പരമപദത്തെയും അനുഗ്രഹിച്ച് അരുളിയിട്ട് നിൻതിരുവടി അന്തർദാനം ചെയ്തു. ഈ കർദമ പ്രജാപതി മഹാവിഷ്ണുവിനെ ധ്യാനിച്ചുകൊണ്ടിരുന്നു. ബ്രഹ്മാവിന്റെ പുത്രനായ നിഴലിൽ നിന്നുണ്ടായ കർദമ പ്രജാപതി മഹാവിഷ്ണുവിനെ 1000 വർഷങ്ങളോളം തപസ്സിരുന്ന് ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ സ്മരിക്കുന്ന പുളകം കൊള്ളുന്നവനുമായ കർദമ പ്രജാപതിക്ക് സ്വയംഭൂ മനുവിന്റെ ശതരൂപിക്ക് പുത്രികളുണ്ടായല്ലോ. ഈ ബ്രഹ്മാവിന്റെ നിഴലിൽ നിന്നുണ്ടായ കർദമ പ്രജാപതിക്ക് സ്വയംഭൂ മനുവും ശതരൂപിയിലും കുറെ പുത്രിമാരുണ്ടായി. അപ്പോ സ്വയംഭൂവിലും ശതരൂപിയിലും ഉണ്ടായ പുത്രിമാരിൽ ദേവഹൂതി എന്ന പുത്രിയെ പത്നിയായും 9 പുത്രിമാരെയും തന്റെ അംശാവതാരമായ കപിലൻ എന്ന പുത്രനെയും ഒടുവിലെ പരമപദത്തെയും അനുഗ്രഹിച്ചരളിയിട്ട് നിൻതിരുവടി അന്തർദാനം ചെയ്തു. കർദമ പ്രജാപതിക്ക് ബ്രഹ്മാവിന്റെ പുത്രനായ കർദമ പ്രജാപതിക്ക് ദേവഹൂതി എന്ന പത്നിയെ നൽകി. അപ്പൊ ദേവഹൂതി എന്ന പത്നിയിലും കർദമ പ്രജാപതിക്ക് 9 പുത്രിമാർ ജനിച്ചു. ദേവഹൂതി എന്ന പത്നിയില് ഭഗവാൻ നൽകിയ പത്നിയായ ദേവഹൂതിയിൽ കർദമ പ്രജാപതിക്ക് 9 പുത്രിമാരും കപിലൻ എന്ന പുത്രനും ജനിച്ചു. ആ കപിലൻ എന്ന പുത്രനെ അവതരിച്ചാരാണ്? നിൻതിരുവടി മഹാവിഷ്ണു തന്നെയാണ്. അപ്പോ തന്നെ സ്മരിക്കുന്നവനും പുളകം കൊള്ളുന്നവനുമായ അദ്ദേഹത്തിന് സ്വയംഭൂ മനുവിന്റെ പുത്രിയായ ദേവഹൂതിയെ പത്നിയായി നൽകി. പിന്നീട് 9 പുത്രിമാരെയും നൽകി. എന്നിട്ട് തന്റെ മഹാവിഷ്ണുവിന്റെ അംശമുള്ള അവതാരം മുഴുവനായിട്ട് പറയാൻ പറ്റില്ല, മഹാവിഷ്ണുവിന്റെ അംശാവതാരമായ കപിലൻ എന്ന പുത്രനെയും ഒടുവില് ഏൽപ്പിച്ച ശേഷം അവസാനം കർദമ പ്രജാപതിക്ക് പരമപദത്തെ നൽകി സന്തോഷിപ്പിച്ചു എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ. തന്നെ സ്മരിക്കുന്നവനും പുളകം കൊള്ളുന്നവനുമായ അദ്ദേഹത്തിന് സ്വയംഭൂ മനുവിന്റെ പുത്രിയായ ദേവഹൂതിയെ പത്നിയായും 9 പുത്രിമാരെയും തന്റെ അംശാവതാരമായ കപിലൻ എന്ന പുത്രനെയും നൽകിയിട്ട് അദ്ദേഹത്തിന് പരമപദത്തെ നൽകിയിട്ട് നിൻതിരുവടി അന്തർദാനം ചെയ്തില്ലേ എന്റെ ഗുരുവായൂരപ്പ ഭഗവാനെ. ഇതാണ് നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് കഥ പറയുന്നത്. ശമനുശതരൂപായ മഹിഷ്യ ഗുണവത്യാസുതായ ദേവഹൂത്യ ഭവതീരതനാരദോപദിഷ്ടഃ സമഗാത് കരത്മമാഗതി പ്രതീക്ഷം കർദമം സമഗാത് കർദമാഗതി പ്രതീക്ഷം സമനുശതരൂപായ മഹിഷ്യ ഗുണവത്യാസുതായ ച ദേവഹൂത്യ ഭവതീരതനാരദോപദിഷ്ടഃ സമഗാത് കർദമം ആഗതി പ്രതീക്ഷം. സമനുശതരൂപായ മഹിഷ്യ ഗുണവത്യാസുതായ ച ദേവഹൂത്യ ഭവതീരതനാരദോപദിഷ്ടഃ സമഗാത് കർദമാഗതി പ്രതീക്ഷം കർദമം ആഗതി പ്രതീക്ഷം. സമനുഃ ശതരൂപായ മഹിഷ്യ ഗുണവത്യാസുതായ ച ദേവഹൂത്യ ഭവതീരതനാരദോപദിഷ്ടഃ സമഗാത് കർദമം ആഗതി പ്രതീക്ഷം. സമനു ശതരൂപായ മഹിഷ്യ ഗുണവത്യാ സുതായ ച ദേവഹൂത്യ ഭവതീരിത നാരദ ഉപദിഷ്ടഃ സമഗാത് കർദമം ആഗതി പ്രതീക്ഷം. സമനു ശതരൂപായ മഹിഷ്യ ഗുണവത്യാ സുതായ ച ദേവഹൂത്യ ഭവതീരിത നാരദോപദിഷ്ടഃ സമഗാത് കർദമമാഗതി പ്രതീക്ഷം. നിത്തരുവടിയാൽ പ്രേരിതനായ നാരദ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ടവനായി ആ സ്വയംഭൂ മനു പട്ടമഹർഷിയായ ശതരൂപയോടും ഗുണവതിയായ പുത്രി ദേവഹൂതിയോടും കൂടി തന്റെ വരവിനെ കാത്തിരുന്ന കർദമനെ പ്രാപിച്ചു. കർദമന് ദേവഹൂതിയെ നൽകിയത് സ്വയംഭൂ മനു
ശതരൂപി ചേർന്നിട്ട് തന്റെ മൂത്ത മകളായ ദേവഹൂതിയെ കർദമമുനിയെ കൊണ്ട് ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. നിന്ദനുവടിയാൽ പ്രേരിതനായ നാരദ മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ടവനായി ആ സ്വയംഭൂമനു പട്ടമഹർഷിയായ ശതരൂപിയോട് കൂടി ഗുണവതിയായ തന്റെ പുത്രി ദേവഹൂതിയെ കർദമമുനിയെ ഏൽപ്പിച്ചു, കല്യാണം കഴിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൽ വന്ന വംശാവതാരമാണ് കപിലനും പിന്നീട് 9 വേറെ പുത്രിമാരും. ഇതാണ് ഇന്ന് നമ്മൾ വായിച്ച ശ്ലോകത്തിന്റെ സാരാംശം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനെ നമഃ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിത പദ്മയോനിഃ അനന്തഭൂമാമവരോഹരാശി നിരന്തിവാകാലയവാസ വിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനെ നമഃ. 14ാം ദശകമായ കപിലാവതാരം, അതിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തതും അർത്ഥം അവതരിപ്പിച്ചതും. ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. കപിലാവതാരത്തിലെ ആദ്യത്തെ 5 ശ്ലോകങ്ങൾ അവതരിപ്പിച്ച പ്രിയപ്പെട്ട ഡോക്ടർ അയ്യർ സാറിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ നമഃ. ഏവർക്കും നന്ദി, നമസ്കാരം.